ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നാക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ വരാരമുട്ടയിലെ വിശേഷമായിട്ടാണോ. വരാരമുട്ട എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, കേരളത്തിലെ പ്രശസ്തമായ ട്രക്കിംഗ് പോയിൻ്റാണ്. അതായത് അഗസ്ത്യാർകൂടവും മിച്ചപ്പുലിമലയും കഴിഞ്ഞ അടുത്ത കടിഞ്ഞമേറിയതും സാഹസികം നിറഞ്ഞ ഒരു ട്രക്കിംഗ് പോയിൻ്റാണ് വരാരമുട്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വരാരമുട്ട പ്രത്യേകത വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്നതും പൊന്മുടിക്കടുത്തുമായിട്ടാണോ ഈ വരാരമുട്ട ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉയരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1100 മീറ്റർ ഉയരമുണ്ട്. അതായത് 3608 അടി ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും. പിന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരാടുകളുടെ ഒരു ആവാസ മേഖല കൂടെയാണ് ഈ വരാരമുട്ട. അതുകൊണ്ടാണ് ഇതിന് വരാരമുട്ട എന്ന് പറയുന്നത്. ചിലർ ഇതിനെ വരാട് മുട്ടിയെന്നും ചിലർ വരാട് മുടിയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിന് വരാരമുട്ട എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. പിന്നെ നമ്മൾ വരാരമുട്ടയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ കരുതുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ അട്ടശല്യം ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ അട്ടശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ നിർബന്ധമുണ്ട് കയ്യിൽ ഒന്ന് സാനിറ്റൈസർ, അല്ലെങ്കിൽ അട്ടയെ തുരത്താൻ പ്രതിവിധിയായിട്ട് എന്താ പറയുക, ഇപ്പോൾ പുകയില, പിന്നെ ഉപ്പ്, അതുപോലുള്ള സാധനം കൈ കയറുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചോലവനം ആരംഭിക്കുമ്പോഴത്തേനും അത് വെള്ളത്തിൻ്റെ സാന്നിധ്യവും ഈർപ്പമൊക്കെ വരുമ്പോഴത്തേനും അട്ടശല്യം രൂക്ഷമായിട്ട് നമുക്കുണ്ട്. അട്ട ഒരു ശല്യം ഒരു രൂക്ഷം എന്ന് പറഞ്ഞാൽ അത് വേനൽക്കാലത്ത് എനിക്കറിയത്തില്ല. ഞാൻ പോയ സമയം ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അട്ടശല്യം ഉണ്ടായിരുന്നു. നമുക്ക് പല കൂട്ടത്തിലുള്ള പല ആൾക്കാരും അട്ട കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഒരു വെള്ളം കളക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഉറപ്പായിട്ടും അട്ടയുണ്ട്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അട്ട നമ്മൾ ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ യാത്രയിൽ ഉറപ്പായിട്ടും ഒരു സാനിറ്റൈസർ, അല്ലെങ്കിൽ പുകയില, ഉപ്പ്, എന്തൊരു ആ ഒരു അട്ടയെ തുരത്താനുള്ള പ്രതിവിധി എന്താണോ അത് നമ്മൾ കൈ കരുതണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇത് വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാമറ രീതിയോ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കണ്ട വരാരമുട്ട എന്താണോ അതാണ് ഞാൻ 24 മിനിറ്റ് കൊണ്ട് കാണിച്ചാക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായൊരു ടെറൈനുകളൊക്കെയാണ്. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ആ ഒരു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഒരു തുടക്കക്കാരൻ രീതിയിൽ എനിക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. മുകളിലുണ്ട് നല്ല കയറ്റം. പിന്നീട് നമുക്ക് യാത്രയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ യാത്രയ്ക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ വിശ്രമിക്കാൻ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മളെ ചെറിയ മരഞ്ഞ് കിടക്കുന്ന തരിക്കഷ്ണങ്ങൾ, അതായത് ചെറിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവിടേക്ക് ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കാവും. പിന്നെ ചെറിയ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലിൽ നമ്മൾ ഇരിക്കരുത്. വളരെ തുറസായ സ്ഥലങ്ങളിലാണ് കഴിവ് നമ്മൾ വിശ്രമിക്കാവും. അതിന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ സ്ഥലത്ത് പോയി ഇരിക്കാൻ ശ്രമിച്ചതിന് അവിടെ ഒരു അണലി, നമ്മളെ തടിയിൽ കൂടുതലായിട്ടും ആ ഒരു അണലി കാണുന്നത് ഈ ചെറിയ തടികളുടെ അടിയിൽ, അല്ലെങ്കിൽ ചെറിയ പാറക്കുട്ടങ്ങളുടെ അടിയിലൊക്കെയാണ്. അതിന് പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ജീവികളോ, ഓന്ത്, അങ്ങനെ പഴുതാര, അതൊക്കെയാണ് അതിൻ്റെ ഒരു ആഹാരം കേട്ടോ. അപ്പം അവിടെ ആ ഒരു സ്ഥലം അണലിയും ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട ഒരു അണലിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ പാറമണ്ടലി, ചട്ടിത്തലയൻ, അങ്ങനെയൊക്കെ പേരുള്ളൊരു അണലിയാണ് നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ ചെറിയ പുല്ലുകളൊക്കെ ഇല്ലേ, പുല്ലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കഴിവതും പോരിക്കാൻ ശ്രമിക്കരുത്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പുല്ല് കൂടി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ മിക്കവാറും ഒന്നെങ്കിൽ ഒരു ഈ എന്താ പറയുക ഇരട്ടവാലം പോലുള്ള ജീവികൾ, അതിൽ ചില പഴുതാരകൾ, ചില എട്ടുകാലികൾ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കേട്ടോ. നമ്മളത് കണ്ടതുമാണ്. നമ്മളത് ആ ഒരു അവസ്ഥ കടന്നു പോകാനാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത്. പിന്നീട് ഇതൊരു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു മൃഗങ്ങളെ കാണാൻ സാധിക്കും. അപ്പം വരാരമുട്ട പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കയറ്റമാണ്. തുടക്കം തൊട്ടേ കയറ്റം ഉള്ളത് മുഴുവൻ കയറ്റം. ഒരു സ്ഥലത്ത് പോലും നമുക്ക് നിരപ്പായിട്ടൊന്നും
പറയാനില്ല. നല്ലോണം കിതച്ച് കൊടുത്ത് രണ്ടൊരു താറ് നിൽപ്പുണ്ട്. ഇതുപോലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ കയറി അത്ര? അതല്ല, അതായത് ഇതുപോലുള്ള എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വെള്ളം കരുതെന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണം നമ്മൾ കയ്യിലൊരു ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ ബദാം, നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉറപ്പായിട്ടും കയ്യിൽ കരുതണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഉച്ചഭക്ഷണം കരുതുവാണെങ്കിൽ നമുക്ക് വരാമറ്റ ടോപ്പിൽ ഉച്ചയാകുമ്പോൾ എത്തും. നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് നമുക്ക് യാത്ര തുടരാം. തിരിച്ച് യാത്ര തുടർന്ന് നമ്മൾ താഴെ വന്ന് എക്സ്പോസ് എത്തി കഴിയുമ്പോഴത്തേനും ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഫുഡ് ലഭിക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, പക്ഷേ കഞ്ഞിയും പയറും ഉപ്പുമാണ്. പക്ഷേ അതിൻ്റെ ഒരു രുചി നമുക്ക് ഇത്രയും യാത്ര ചെയ്ത് മടുത്ത് വന്നുകൊണ്ട് കഴിക്കുന്ന ഫീലുണ്ട്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാറില്ല. അത്രയും നല്ലൊരു ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോ? ചെറിയ റെസ്റ്റൊക്കെ ഉണ്ട്, എല്ലാവരും നടക്കും കേട്ടോ. കുറേയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും നെല്ലിമരം നല്ല ചില എന്താ നെല്ലിക്ക ഇല്ലേ, അതിൻ്റെ ഒരു നെല്ലിമരം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല നെല്ലിക്കയില്ല കാട്ടിൽ നിൽക്കുന്ന ആ നെല്ലിക്കയെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നെല്ലിക്കയിലെ നമ്മൾ കഴിക്കും. ഇന്ന് കുറേ കൂടെ ദൂരം നമ്മൾ കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ഒരു ഇതാണ് ഒരു ഓറഞ്ച് കളറിലൊക്കെ. അത് നമുക്ക് പ്രത്യേകമായ കായാണ്. അപ്പം അതൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചു. പക്ഷേ അല്ല, പുള്ളിയെ പിടിക്കാൻ അങ്ങനെ ഇതിൽ ആന കാണിക്കില്ലേ? ജിമ്മിൽ പോയിട്ടുണ്ടല്ലോ, മസിൽ കൊണ്ട് കാര്യമില്ല, ഫിറ്റ്നസ് എപ്പോഴും നോക്കണ്ട. ഓട്ടം ചാട്ടം ശരിക്കും അതാ നോക്കാം. ഇനിയിപ്പം പണ്ടൊക്കെ ആയിരുന്നു മസിൽ ഉള്ളവന് കാര്യം. ഇപ്പം തോക്കത്തെ വെടി വെക്കുക. അല്ല, ഇപ്പം മസിലൂടെ ആയില്ല, തോക്കത്തെ വെടി വെക്കുക. ഞാൻ മസിലൂടെ തന്നെ ആയിരിക്കുന്നത്. അതിലും ഓടിഷ്ടപ്പെടാൻ നല്ലതല്ലേ? വെടി വെക്കുമ്പോൾ ഓടിഷ്ടപ്പെടുക. എല്ലാവരും പുറകെ കയറി വരുന്നുണ്ട്. മുഴുവൻ കയറ്റമാണ്, ഒരു സ്ഥലം പോലും നിരപ്പായിട്ടില്ല. ഇതെന്താ ചീര പെടുത്താണ്? ചീരയുടെ കാ പോലെ ഉണ്ടല്ലേ അല്ലേ? ചീരയുടെ കാ പോലെ, പണ്ട് ചീര ഉണ്ടല്ലേ, അതിന്റെ കാ പോലെ. ഇത് ചീര ആക്കിയതില്ല, വേറെ സംഭവം അതല്ല, അതിന്റെ കാ പോലെ ഉണ്ടെന്നുള്ളേ. അല്ല, നീലാമരി അതല്ലേ? അല്ലല്ലേ, ഞാൻ വീഡിയോ എടുത്ത ഇതിവിടെ വന്നാൽ മുഴുവൻ ബട്ടർഫ്ലൈ ആട്ടോ മൊത്തം. ഈ സ്ഥലമെല്ലാം പല രീതിയിലുള്ള ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് വന്ന് കഴിയുമ്പോഴത്തേനാണ് ഈ ഒരു കാഴ്ചയോട്ട് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അതെ എന്തോ ഒരു ദാനധർമ്മി വരുന്നുണ്ട് വേണമെങ്കിൽ. അതെ, ആ മൊത്തത്തിൽ എല്ലാവരും ഇപ്പം കിട്ടിക്കോളും. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ട്രാക്കർ നമ്മളല്ലാതെ നമ്മൾ നടന്നാലും നമ്മളെ കിട്ടും. വേണമെന്ന് അഭിനയിച്ചോ കേട്ടോ. ഇപ്പം അഭിനയിക്കാൻ മുഴുവൻ കിട്ടും. അത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടേരെ കിട്ടും. എല്ലാവരും കിട്ടുന്നുണ്ട്. അത് തന്നെ കറികളോ. അത് പിന്നെ വെള്ളം, നമ്മുടെ യാത്രയിൽ വെള്ളത്തിൻ്റെ ഒരു ആവശ്യകത നല്ലോണം വരുന്നുണ്ട്. എന്നുവെച്ചാൽ യാത്ര തുടങ്ങി ഒരു പകുതിയോളം ആകുമ്പോഴത്തേനാണ്, പകുതി പറയാൻ പറ്റത്തില്ല, ആ ഒരു സമയം ആകുമ്പോഴത്തേനാണ് ഒരു ചെറിയൊരു ചോലയുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് വെള്ളം ശേഖരിക്കുന്നത്. അങ്ങനെ വരാട് മുട്ട വരെ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നേരെ കയറി വന്നേക്കോട്ടെ അടുത്തതിലോട്ട്. ഓ, അതിമനോഹരമായ കാഴ്ചകൾ. അങ്ങോട്ട് നോക്കി
എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ഇടുമ്പോഴത്തേനും അടിപൊളി അടിപൊളി. വരാട് മട്ടം രക്ഷയില്ല. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. അടിപൊളി കാഴ്ചകൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. വരാട് മട്ട അടിപൊളി. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ. നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രെയിം, രണ്ടുപേരും നല്ല ഫ്രെയിം പോലെ കേട്ടോ. മനസ്സിലാവത്തില്ല ആൾക്കാരെ, എന്നാലും ഇരുട്ടാണെങ്കിലും അല്ലല്ല നല്ല ഫ്രെയിമാ, നല്ല അടിപൊളി. ഒരു വെളിച്ചം നിങ്ങളെ ഇറങ്ങിപ്പോ ഞാൻ പിടിച്ചേക്കാം. കുറച്ചൊന്ന് ലൈറ്റ് കൂട്ടിയിരുന്നു. അല്ല ഇപ്പുറത്ത് കിട്ടിയില്ല, ഞാൻ വേറെ എടുത്തു. ആ ലൈറ്റ് കിട്ടിയാണ്, ലൈറ്റ് കിട്ടിയാണ്. എല്ലാരും കറക്റ്റ് കിട്ടിയപ്പോ ഞാനങ്ങ് പിടിച്ചാ. അതുവഴി പോയാൽ മതി. ഇതൊക്കെ ഈ വഴി. സൂക്ഷിച്ചിറങ്ങി വരണേ. സാധാരണ തൊപ്പി വെക്കാറില്ല. നോക്കി പറഞ്ഞേ, കല്ലാണേ. ഈ വഴിയൊക്കെ നല്ല കല്ലാട്ടോ, ഫുള്ള് കല്ല് തന്നെ. ഇത് വെള്ളമൊക്കെ ഇട്ട് ചാല പോയട്ടോ. ഉണ്ട്, ഇതിലേക്കൊന്ന് ഹൂച്ച് കയറി പോകണം. ഈ വയനാടിൻ്റെ ടെറൈൻ ഒരു രക്ഷയില്ലാത്ത ടെറൈൻ കേട്ടോ, ഒരു വ്യത്യസ്തമായൊരു രീതിയിലാണ്. മുഴുവൻ കയറ്റമാണ്. ഒരു നിരപ്പാടുള്ള സ്ഥലം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച് വരില്ല ഇവിടെ. ഉണ്ടോ ഇവിടെ എത്തി നല്ല തണലായിട്ടോ, അടിപൊളി. ഓക്കെ, ഇനി വേണേൽ ഇയാൾ നടന്നു ഞാൻ പിടിക്കാം. ആ ഹാ ഇവിടെ അല്ലേ? മാറിയിട്ട് ആ ഒരു ടെറൈനിലോട്ട്, പുൽമേടിന്റെ ആ ഒരു ടെറൈനിലോട്ട് മാറില്ലേ? ആ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ പിടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അയ്യോ, എങ്ങനെ വെള്ളം പിടിക്കും? തോട്ടപ്പൂഴാണ്. അയ്യോ, മറിഞ്ഞു വീണേ. സൂവിൻ്റെ ഉള്ളിൽ വെള്ളം കയറി. തെറിച്ചുപോയി. ഇവിടെ കൂടെ വെള്ളമുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നിന്നാക്കരുത്, ഇഷ്ടം പോലെ അട്ടയുണ്ട്. ജീവനും കൊണ്ട് ഓടുവാന്ന പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് അട്ടയുള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെടുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും അട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, അട്ടയുണ്ടോ? എൻ്റെ കാലയിലെ കയറി. ആ അല്ല, അടിച്ചേക്കാം. എനിക്കൊരു അട്ട കിട്ടിയത്. ഒരു അട്ട ഇരിക്കുന്നു. എൻ്റെ ചെരുപ്പ് കയറിക്കാൻ അട്ട. സാനിറ്റൈസ് അടിച്ചേക്കാം. അയ്യോ, സാനിറ്റൈസ് അടിക്കാൻ രക്ഷയില്ല. സാനിറ്റൈസ് അയ്യോ അയ്യോ ഇല്ല. അട്ട അട്ടകടിയെല്ലാം കഴിഞ്ഞ് കുറേ കയറി പോകുന്നു കേട്ടോ. ദേഹത്തിന് വലിയൊരു കല്ല് വലിയ മുഴുവൻ എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അട്ടകടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ?
ഇനി അട്ടയെ കടിക്കേണ്ട എന്തെങ്കിലും സാധനം നമ്മൾ തിരിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞല്ലേ? ഒരു രക്ഷയില്ലോട്ടോ, വേറെ നിർവാഹമില്ല. ഓ ഇതൊരു അസാധ്യ കേട്ടോ. കല്ല് മരമെല്ലാം കയറി വേറെല്ലാം പൊട്ടിഞ്ഞ് തകർത്തൊക്കെ ഫോട്ടോ എടുത്തേക്കാം. അതെ, വരയാട് മുട്ട. അതെ, ഈ വരയാട് മുട്ടയെന്ന് പറഞ്ഞാൽ വരയാട് അട്ടയെന്ന് പറയുന്നല്ലോ കേട്ടോ. അതോ ഒരു അട്ടയുണ്ട്. അല്ല അതെ, ഇപ്പൊ പാൻഡൂരും അറിയാം എത്ര പേര് കടിച്ചിട്ടുണ്ടെന്നൊക്കെ. കാരണം ഞങ്ങൾ നടന്ന് കുറേയും കൂടെ തിക്ക് ഫോറസ്റ്റ് എത്തി കേട്ടോ. അപ്പം ഇവിടെ വെയിലെല്ലാം നല്ല കുറവാട്ടോ. നല്ലൊരു തണുപ്പുണ്ട് അല്ലേ? വെയിൽ തീരെ കുറവാണ്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു ചീവീറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. ഉണ്ടോ വള്ളി അത് സൈൻ്റെ വാലി ചീവറില്ലാത്തത് അല്ലേ? ചീവറില്ലാത്തതല്ല, ഇങ്ങോട്ട് പോകുന്നതായിരിക്കുന്നത്. പക്ഷേ ഇപ്പം ചീവറുണ്ട് കേട്ടോ, നേരത്തെ ചീവറില്ല. എല്ലാവരും എടുത്തിട്ടുണ്ട്. എൻ്റെ വീട് ഞാൻ തന്നെ എടുക്കേണ്ടി വരും. എൻ്റെ വീഡിയോ എടുക്കാൻ എനിക്കൊരു പട്ടിയുടെ ആവശ്യമില്ലത്, ഞാൻ തന്നെ ഇറങ്ങി തള്ളുന്നു എൻ്റെ വണ്ടി. ആ അവിടെ ഞാനാണ് ശബരിമല പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ അട്ട കാണാൻ മിക്കവാറും കേട്ടോ. പിന്നെ നമ്മളൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ, ഈ നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടുവാണല്ലോ കൂടുതലും കയ്യിറക്കമുള്ള ഡ്രസ്സ്, പിന്നെ ഇറക്കമുള്ളൊരു എന്താ ഒരു വസ്ത്രം ധരിക്കണം. അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് ഒത്തിരി പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലൊക്കെ നമ്മുടെ മേത്തെല്ലാം കൊണ്ട് കൈ മുറിയാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടുതൽ ഉണ്ടാകുന്നതിന് മേത്തെല്ലാം കയ്യിൽ എവിടെയൊക്കെ എന്താ പറയുക, ഈ ഫോറാമിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല രീതിയിലൊക്കെ മുറിവൊക്കെ സംഭവിച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ. ഇതുപോലെ പുല്ലിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് പോകാനൊക്കെ ആയിട്ട്. കൈ മുറിയോ? നല്ല പുല്ല, അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ട് എല്ലാം നല്ല തിങ്ങി. എന്തോ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു, അടിപൊളിയാണ് കേട്ടോ. കിട്ടുന്നുണ്ടോ? ഇത് നമ്മളിപ്പോൾ കയറിയപ്പം വരാടുമുട്ട മുകളിലേക്ക് എത്താറായി കേട്ടോ. ആ കാണുന്ന കേട്ടോ വരാടുമുട്ട. അത്രയോടെ കയറി പോകാം. ഇത് വരാട് മുട്ടുമ്പോൾ വരാടുമുട്ട എത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കുഴഞ്ഞു പോകാനുള്ള പറയുന്നൊക്കെ തെറ്റി പോകാണല്ലോ, നല്ല ഗുരുസ്ഥാനം ഉള്ളതുകൊണ്ട്. കൂയി തെളിയാറ് ചെല്ലുമ്പോഴത്തേനും അയ്യോ കയറിക്കോ. ഈ വഴിയൊക്കെ നല്ല കുറച്ച് ദൂർക്കൂടെ വഴിയാട്ടോ, നേരെ കുത്തനെ കിടക്കും കേട്ടോ. അടിപൊളി. ഈ വഴി ഭീകരതയൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നും വീഡിയോ കാണുന്ന പോലെയൊന്നും പറ്റത്തില്ല. ഇതൊരു പറഞ്ഞു വയ്ക്കാൻ പറ്റും, വന്നാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭീകരത എന്തോരം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കല്ലൊക്കെ ഇളകി കിടപ്പിന് നേരെ തെന്നിപ്പോയാൽ കാലൊക്കെ വീഡിയോ മനസ്സിലാവുമല്ലേ? എല്ലാവരും ആക്ഷൻ മാത്രമേ ഉള്ളൂ, കണ്ട് മനസ്സിലാക്കുക, ബാക്കി എല്ലാവരും കൊട്ടയമായി പോയത്. അതെ പ്രോയ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ബ്രഹ്മഗിരി ചെയ്തത് വയനാട്. അപ്പോൾ അവിടെ ഒരു പുള്ളി ക്യാമറ കൊണ്ടുവന്നു, പുള്ളി ഒത്തിരി ഫോട്ടോ എടുത്തു.
അങ്ങനെ വരാരമുട്ട എത്താറായി കേട്ടോ. വേണ്ടേ ഇതാട്ട് പോയേനെ. ഇതിലേ കയറി നമുക്ക് വേണ്ട അവിടെ ചെല്ലണം. അവിടെ ഉണ്ടോ വരാടുമുട്ട. നമുക്ക് നേരെ അങ്ങോട്ട് കയറി പോവാം. ഇത് ചെറിയ അട്ട. അതോ കയറുവാണോ? ഇതിലെ കയറുവാണോ? അതിലെ കയറി. അപ്പോൾ നമ്മൾ ഇതൊരു കല്ല് കയറുവാണ്. ഇത് നല്ല കുത്തിനുള്ള കല്ലാട്ടോ. സ്റ്റിക്കൊക്കെ വെക്കാം. ഇങ്ങനെ കയറി എൻ്റെ അമ്മോ അടിപൊളി. ആ സ്റ്റിക്ക് നീട്ടിയാ സ്റ്റിക്ക് നീട്ടിയാ ആ അല്ല അവർക്ക് സേഫ്. ഇപ്പൊ ഇയാളെങ്കിൽ പോകുന്നേനെ. ക്യാമറാമാൻ അതെ. ക്യാമറ നോക്കി പറഞ്ഞോ കേട്ടോ. ഇവിടെ ഇത്തിരി ടാസ്ക് ആണേ. ഇത്തിരി ചരലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. നല്ല രീതിയിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് താട്ട് പോകുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് തെന്നിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുള്ളൂ. ഇവിടെ കുത്തനെ കിടക്കും കേട്ടോ. കാഴ്ച അത് മനോഹരം. പക്ഷെ താട്ട് പോയി കഴിഞ്ഞാൽ അതിലും മനോഹരമായിരിക്കും. അത് കൂടെ വഴിയാണ്. ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങും ഞാൻ ആലോചിക്കുന്നു കേട്ടോ. ഓ 2.5 മണിക്കൂർ ശരിയായി. ഇതെന്നെ അർത്ഥമുള്ളതാണോ ഈ ടാറ്റു? എല്ലാരും നോക്കുന്നുണ്ട്. എന്നാ അതോ നിൽക്കുന്ന ആ പീക്കിലല്ലേ? ഒരെണ്ണം ആ പീക്കിൽ ചെറിയൊരു കൊണ്ടുപോലെ കാണുന്നുണ്ട്. ഓ ഇതുണ്ടോ? ഒരു ചെടി ഉണ്ടോ? ഇത് അഗസ്ത്യാർ പോകുമ്പോൾ ഉണ്ട്. ഇത് കൂടെ കേട്ടോ ആ സൈഡിലായിട്ട്. വീടാണോ? ഈ ചെടി കണ്ടോ? അത് നോക്കി നല്ലൊരു മുകളിൻ്റെ ചെവി പോലെ കേട്ടോ. അത് കണ്ടോ? നോക്കി എൻ്റെ അമ്മ. ഇതിങ്ങോട്ട് നോക്കി നോക്കി അടുത്ത വഴി. ഇതെങ്ങനെ കയറുന്നത്? നമ്മുടെ ഞാൻ ഏത് കൈ തരണ്ടേ? വലുത കൈയല്ലേ? ഇവിടെ വന്നു. ഓക്കെ. അപ്പോൾ ആ പുള്ളിയുടെ ക്യാമറ അങ്ങനെ പുള്ളി കയറാൻ പറയും. ആ തോട്ടിങ് അന്നേരെ. ഓ ഇത് മറ്റേ മാൻവേ ഇതിലെ കയറില്ലേ? ഓ ഇത് 4 കാരെ പോകണമല്ലോ ട്രക്കിങ് പോകണ്ട. ഇത് തന്നെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. വഴിയില്ല. ഇവിടെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ആണ്. ഇവിടെ ഒരു പോസ് ഉണ്ട്. ഇവിടെ ഇരുന്ന് ഓല്ലേ. ഇത് നല്ല പൊക്കത്തിലോട്ടോ. ഇത് ഇവിടെ താഴെ നടന്ന് കയറി വന്നാൽ ഇവിടെ നിന്നൊക്കെ ഒരു പിടിവിട്ട നേരെ താട്ട് പോകത്തുള്ളൂ. പുല്ലായാലും കല്ലെല്ലാം പിടിച്ചോണം കേൾക്കാൻ വേണ്ടി. മുകളിലേക്കാക്ക് വേണം. ഓക്കെ
ഇയാൾക്ക് അത് വാങ്ങണ്ടേ? വെഡിങ്ങിലാണെങ്കിൽ എല്ലാവരും കൊടുക്കാം, എല്ലാവരും കാണാം. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണോ ഫോട്ടോ എടുത്തത്? അല്ല വീഡിയോ കഴിഞ്ഞ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ യാത്രശേഷം ഞങ്ങൾ വരാൻപറ്റ ടോപ്പിലെത്തി കേട്ടോ. അവിടെ നിന്ന് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. ഉച്ചക്കത്തെ സമയത്ത് ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ തിരിച്ച് യാത്ര തുടരാനുള്ള പരിപാടിയൊക്കെ ആയി. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ കിട്ടണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം തിരിച്ചങ്ങ് താഴെ യാത്ര തുടർന്നു. കുനിഞ്ഞാ മതിയോ?